PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അടുത്ത CSEB എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 2 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുന്നതായിരിക്കും. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം 30 ഏപ്രിൽ 30 ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എക്സാം പാറ്റേൺ ചേഞ്ചായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ 160 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അരമാർക്ക് വീതം, ടോട്ടൽ 80 മാർക്ക്. എന്നാൽ ഇപ്പോൾ 100 ചോദ്യങ്ങളുണ്ടാവും, 1 മാർക്ക് വീതം, ടോട്ടൽ 100 മാർക്ക്. അതിൽ തന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് 10 ചോദ്യങ്ങൾ 1 മാർക്ക് വീതം, ടോട്ടൽ 10 മാർക്ക്. മാത്സ് 10 ചോദ്യങ്ങൾ 10 മാർക്ക്. GK ആൻഡ് കറണ്ട് അഫെയർസ് 10 ചോദ്യങ്ങൾ 10 മാർക്ക്. കോപ്പറേഷൻ 15 ചോദ്യങ്ങൾ 15 മാർക്ക്. കോപ്പറേറ്റീവ് ലോ 15 ചോദ്യങ്ങൾ 1 മാർക്ക് വീതം, 15 മാർക്ക്. ബാങ്കിങ് 20 ചോദ്യങ്ങൾ, ടോട്ടൽ 20 മാർക്ക്. അവസാനത്തേത് അക്കൗണ്ടൻസിയാണ്, 20 ചോദ്യങ്ങൾ 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. നേരത്തെ അരമാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു, തെറ്റിയാലും അരമാർക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ചോദ്യം തെറ്റിയാൽ 1 മാർക്ക് നഷ്ടപ്പെടും. വളരെ ഡീറ്റെയിലായി ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ഡേറ്റ് 9/3/2025 9/3/2025 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്നതാണ്, സെക്രട്ടറി ആയാലും അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയാലും ജൂനിയർ ക്ലർക്ക് എക്സാം ആയാലും ടോപ്പിക്കുകളെല്ലാം സെയിം തന്നെയാണ്. ഒരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് അവൈലബിൾ അല്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഓരോ ടോപ്പിക്കുകളും മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് എ ക്യാഷ് ഓർ ഗുഡ്സ് വിത്ഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റേഴ്സ് ഓഫ് എ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ്. Dash is the cash or goods withdrawn by the proprietors of a business for personal use. Options: income, profit, right issue, drawings. പേഴ്സണൽ യൂസിന് വേണ്ടി പ്രൊപ്പറൈറ്റർ ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് വിത്ഡ്രോൺ ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്, അത് എക്സ്പെൻസ് ആണ്. എന്നാൽ ഡ്രോയിങ്സിന് പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകവും, ഡ്രോയിങ്സ് എക്സ്പെൻസും ആണ്. അടുത്തത്: ദ അക്കൗണ്ട് ദാറ്റ് റെപ്രസെൻറ്റ്സ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഈസ് ഡാഷ്. ദ അക്കൗണ്ട് ദാറ്റ് റെപ്രസെൻറ്റ്സ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഈസ് ഡാഷ്. ഓപ്ഷൻസ്: പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. നമുക്കറിയുന്നതാണ്, അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിനെ എന്താണ് പറയുന്നത്? റിയൽ അക്കൗണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കമ്പനി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൻ്റെയൊക്കെ പേരിൽ വരുന്ന അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഇതൊക്കെ റിയൽ അക്കൗണ്ടിന് ഉദാഹരണങ്ങളാണ്. 3 അക്കൗണ്ടിൻ്റെ റൂളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിൻ്റേത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അസറ്റ് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. മൂന്നാമത്തേത് നോമിനൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. എല്ലാ എക്സ്പെൻസസും ലോസും ഡെബിറ്റ് ചെയ്യും, അതുപോലെ എല്ലാ ഗെയിൻസ് ആൻഡ് ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഈ 3 അക്കൗണ്ടിൻ്റെയും റൂൾ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദ അക്കൗണ്ട് ദാറ്റ് റെപ്രസെൻറ്റ്സ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഈസ് റിയൽ അക്കൗണ്ട്. അടുത്ത ചോദ്യം: ഇൻട്രസ്റ്റ് അക്രൂഡ് ടു ദ ഫേം ഈസ് ഡാഷ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ടു ദ ഫേം ഈസ് ഡാഷ്. ഓപ്ഷൻസ്: ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി. ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല. അത് എന്താണെന്നാണ് ചോദ്യം. അത് എന്താണ്? അസറ്റാണ്.
ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ലയബിലിറ്റിയാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എന്താണ്, അസറ്റാണ്. അസറ്റ് സൈഡിലാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഈസ് എ ഡാഷ്. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഈസ് എ ഡാഷ്. ഓപ്ഷൻസ്: ഫൈനൽ ബുക്ക്, ഡേ ബുക്ക്, സബ്സിഡിയറി ബുക്ക്, കൺസോളിഡേറ്റഡ് ബുക്ക്. ഉത്തരം ഓപ്ഷൻ സി, സബ്സിഡിയറി ബുക്ക്. 8 തരത്തിലുള്ള സബ്സിഡിയറി ബുക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക് ആൻഡ് ലാസ്റ്റത്തത് ജേണൽ പ്രോപ്പർ. ഈ 8 എണ്ണം സബ്സിഡിയറി ബുക്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത് ഒരു സബ്സിഡിയറി ബുക്ക് ആണ്. ഡാഷ് ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് ഇറിക്കവറബിൾ ഫ്രം ദ കസ്റ്റമേഴ്സ്. ഡാഷ് ഈസ് ദ എമൗണ്ട് വിച്ച് ഈസ് ഇറിക്കവറബിൾ ഫ്രം ദ കസ്റ്റമേഴ്സ്. ഓപ്ഷൻസ്: ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ്, ബാഡ് ഡെറ്റ്, അൺപെയ്ഡ് എക്സ്പെൻസ്, ഡെബിറ്റ് നോട്ട്. ഏതാണ് ഉത്തരം? ഇറിക്കവറബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്താണ്? ബാഡ് ഡെറ്റ് ആണ്. അത് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ്. ഓപ്ഷൻസ്: അസറ്റ്, ഇൻകം, എക്സ്പെൻസ്, ലയബിലിറ്റി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞു, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊപ്രൈറ്റർ വിത്ഡ്രോ ചെയ്യുന്ന ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ്, അതിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡ്രോയിങ്സിൻ്റെ പുറത്ത് ബിസിനസ്സിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അടുത്ത ചോദ്യം: ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ: സ്റ്റോക്ക് ഇൻ ട്രേഡ്, നെറ്റ് പർച്ചേസ്, നെറ്റ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല. തന്നിരിക്കുന്നതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുമ്പോഴാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ്. അതും ചോദിക്കാറുള്ളതാണ്. ആ ഇക്വേഷൻ ഓർമ്മിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഓൾ earnings are shown as a dash in the fund flow statements. All earnings are shown as a dash in the fund flow statements. Options: application of funds, source of funds, disposal of funds, appropriation of funds. ഏണിങ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. ഫണ്ടിൻ്റെ വരവാണ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഓൾ ഏണിങ്സ് ആർ ഷോൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. Issue of equity shares for compensating the purchase of a piece of land. It is a dash item for preparing fund flow statement. Issue of equity shares for compensating the purchase of a piece of land. It is a dash item for preparing fund flow statement. Options: fund, non-fund, cash, credit. അതായത് ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അവിടെ എന്താണ്? ഫണ്ടിൻ്റെ ഫ്ലോ വരുന്നില്ല. അപ്പോൾ എന്ത് തരം ഐറ്റമാണ് അത്? നോൺ ഫണ്ട് ഐറ്റമാണ്. ഉത്തരം ഓപ്ഷൻ ബി, നോൺ ഫണ്ട്. ക്യാരിയേജ് ഔട്ട്വേർഡ് ഈസ് ഡാഷ്. ക്യാരിയേജ് ഔട്ട്വേർഡ് ഈസ് ഡാഷ്. ഓപ്ഷൻസ്: ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറയുമ്പം ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് വരുന്നതാണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്നാൽ ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാരിയേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കുന്നത്.
അപ്പം ക്യാരിയേജ് ഔട്ട്വാർഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് എക്സ്പെൻസ് ആണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. When the actual cost incurred is less than the standard cost, the variance is known as. When the actual cost incurred is less than the standard cost, the variance is known as. Options: neutral, unfavorable, favorable, dual. എന്താണ് ചോദ്യം? ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ വേരിയൻസ് എന്താണ്? ഫേവറബിൾ ആണ്. ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ ഫേവറബിളും, സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അൺഫേവറബിളും ആണ്. സെയിൽസ് വാല്യൂ വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ്. സെയിൽസ് വാല്യൂ വേരിയൻസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് മൈനസ് ഡാഷ്. ഓപ്ഷൻസ്: ബഡ്ജറ്റഡ് സെയിൽസ്, സ്റ്റാൻഡേർഡ് സെയിൽസ്, സെയിൽസ് മിക്സ് പ്രൈസ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബഡ്ജറ്റഡ് സെയിൽസ്. സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല ആക്ച്വൽ സെയിൽസ് മൈനസ് ബഡ്ജറ്റഡ് സെയിൽസ് ആണ്. ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബഡ്ജറ്റഡ് സെയിൽസ് കുറയ്ക്കുന്നതിനെയാണ് സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത്. ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ഓപ്ഷൻസ്: ഫിക്സഡ്, വേരിയബിൾ, ടോട്ടൽ, സെമി ഫിക്സഡ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വേരിയബിൾ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ വോളിയം അനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശ്രദ്ധിക്കണം, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യും. എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യം. ഫിക്സഡ് കോസ്റ്റ് സാധാരണ പറയുമ്പോൾ ഫിക്സഡ് ആണ്, എന്നാൽ പെർ യൂണിറ്റ് വേരി ചെയ്യും. ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഡാഷ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഓപ്ഷൻസ്: വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ബ്രേക്ക് ഈവൻ കോസ്റ്റ്, ബ്രേക്ക് ഈവൻ സെയിൽസ്. ഉത്തരം ഏതാണ്? ഇപ്പോൾ പറഞ്ഞ തന്നെയാണ്. ഉത്തരം ഓപ്ഷൻ എ, വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും, ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും, പക്ഷേ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം: ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഡാഷ്. ദ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ഇൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻസ്: വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ്, ടോട്ടൽ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. എന്നാൽ ബ്രേക്ക് ഈവൻ സെയിൽസിൽ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ ഓഫീസ് വർക്ക് ഓഫ് എ ഫേം ഈസ് ഡാഷ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഓഫീസ് വർക്ക് ഓഫ് എ ഫേം ഈസ് ഡാഷ്. ഓപ്ഷൻ: സെല്ലിംഗ് ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, വർക്ക്സ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതായത് ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏത് തരം എക്സ്പെൻസ് ആണ്? ഉത്തരം ഓപ്ഷൻ ഡി, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റ്, അതായത് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം? വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം? ഓപ്ഷൻസ്: ലിക്വിഡിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സോൾവൻസി റേഷ്യോ. ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. എ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് വിൽ റിമെയിൻ ഫോർ 3 to 4 years. How is it treated in accounting? A huge amount spent for advertisement of a new product and its effect will remain for 3 to 4 years. How is it treated in accounting? Options: capital expenditure, deferred revenue expenditure,
റവന്യൂ എക്സ്പെൻഡിച്ചർ, റിക്കവറബിൾ എക്സ്പെൻഡിച്ചർ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഹെവി അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓരോ വർഷവും ഒരു പാർട്ട് റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ബാക്കി വരുന്ന എമൗണ്ടാണ് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഒരു റിയലൈസബിൾ വാല്യൂ ഇല്ലാത്ത അസറ്റാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അൺറിട്ടേൺ പോർഷനാണ്. ഹെവി അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോസ്പെക്ടസ് പ്രിൻ്റ് ചെയ്യുന്ന ചാർജസ്, അതുപോലെ ഓഫീസ് പെർമനൻ്റ് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള എക്സ്പെൻസ്, ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുന്നതാണ്. 9/3/2025 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ആൻഡ് കോസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.